അപ്പോഴേ കാപ്പിക്ക് എന്തോ ഐറ്റം എന്നറിയാവോ? കപ്പലണ്ടിയാ. ഇത് ഏത് കപ്പലണ്ടിയാണെന്ന് അറിയാവോ? ഇത് തട്ടയമ്പലത്തിൽ ഉത്സവമായിരുന്നു ഇന്നലെ. അപ്പോൾ അവിടുന്ന് എൻ്റെ ചെറിയ പോയിട്ടുണ്ടായിരുന്നു ഉത്സവത്തിന്. അപ്പം എൻ്റെ ആങ്ങളെയൊക്കെ ആ ഉത്സവം ആഘോഷിക്കുന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആങ്ങളെ വാങ്ങിക്കൊടുത്തു വിട്ടത് ഇന്നലെ. ഞാനപ്പോൾ അത് രാത്രി കൊണ്ടുവന്നപ്പോൾ എനിക്ക് രാത്രി ഞാനങ്ങനെ കഴിച്ചില്ല. എനിക്ക് വന്നത് വയ്യായിരുന്നു. അപ്പോൾ അവിടെ നേരത്തെ കിടന്നുറങ്ങി. അപ്പോൾ ഇപ്പോൾ ആണ് ഓർത്ത് കാപ്പിയിട്ട് കാപ്പിയും കപ്പലണ്ടിയും അടിപൊളിയായല്ലേ? കാപ്പിയും കപ്പലണ്ടി നല്ല മധുരമിട്ട കാപ്പിയും കപ്പലണ്ടിയുടെ അത് കഴിച്ച് നോക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇവനെ 2 കഴിച്ചു. കടുങ്കാപ്പി കുടിക്കാൻ വിചാരിച്ചു. നിങ്ങളൊക്കെ ഇല്ലേ കൂടെ കഴിക്കാനും കുടിക്കാനും? തട്ടയമ്പലത്തിൽ ഞാൻ ആ പേപ്പറോടെ വെച്ചേക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ തണുത്തിട്ടില്ല. നല്ല മധുരമാണ് കാപ്പിക്ക്. പക്ഷെ എന്താ കുഴപ്പമെന്നറിയാവോ? നേരത്തെയൊക്കെ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചാലേ നമുക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി ചവയ്ക്കുമ്പോൾ മണ്ണാണ് അതിനകത്തൊക്കെ. എവിടെ നിന്ന് കപ്പലണ്ടി മേടിച്ച് കഴിച്ചാലും മണ്ണാണ്. ഞാൻ ഇന്നലെ കടയിൽ നിന്ന് 1 പാക്കറ്റ് കപ്പലണ്ടി വാങ്ങിച്ചോണ്ട് വന്നു. വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ കുറിക്കാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ മൊത്തം മണ്ണായിരുന്നു. കഴിച്ച് കടയിൽ പാക്കിങ് ആയിരുന്നത്, പക്ഷെ എന്നിട്ട് മണ്ണ്. എല്ലാ കപ്പലണ്ടിയിലും ഇല്ല, ചില കപ്പലണ്ടിയിലൊക്കെ മണ്ണ് കടിക്കും. അത് കാരണം നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല. പണ്ടൊക്കെ കപ്പലണ്ടി പിടിയോടെ വരയ്ക്കുന്നതായിരുന്നു. ഇപ്പൊ പേടിയാ തൊണ്ടയ്ക്ക് ഇരിക്കുന്നു. നിങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചോ? കപ്പയൊക്കെ കുടിച്ചോ? എല്ലാവർക്കും എന്തോ വേണം കപ്പയൊക്കെ കൂടെ? കടലെല്ലാം വേദനയാണ്. ആരോട് പറയാൻ? ഓരോരുത്തർ കേൾക്കുമ്പോൾ പറയാം, നിനക്ക് പെടലി വേദന വരണോടി, നിനക്ക് വരണം. പിന്നെ എന്തെല്ലാം അവർക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോകുന്നത്. ഒരു പരിചയം കാണത്തും ഇല്ലായിരിക്കും. അവർക്കൊരു രസം അങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. അവരുടെ വീട്ടിലുള്ളവരൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ആ നാട്ടിലുള്ള പെണ്ണുങ്ങളെ പറഞ്ഞങ്ങ് സമാധാനിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നത് അവരൊക്കെ. ഒരു പോസ്റ്റിൽ ഞാൻ കമന്റ് ഇട്ടപ്പോൾ ഒരു ചേട്ടൻ പറയാം, ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ വീട്ടിൽ പെണ്ണുങ്ങളില്ലേ, അവരോട് പറഞ്ഞാൽ പോരെ അങ്ങനെ ചോദിച്ചു. ആ ചേട്ടൻ പറയുന്നേ, നീ പിന്നെ എന്തിനാ ഇവിടെ കൊണ്ടു പോസ്റ്റ് ഇട്ടത്? നീ പോസ്റ്റ് ഇട്ടാ പോസ്റ്റിൽ ഞങ്ങൾക്ക് പറഞ്ഞുള്ള ഭാഷ ഉണ്ടോ? അവരതൊരു അവകാശമായിട്ട് എടുത്തേക്കുക. അയ്യോ അയ്യോ, പിന്നെ കുറേയൊക്കെ അങ്ങ് തമാശാക്കി കളയും. പിന്നെ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏറ്റവും മോശപ്പെട്ട രീതിയിലൊക്കെ ഒരു പെണ്ണിനെ സംബോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നമ്മൾ ചെന്നതുപോലൊക്കെ അവർ പറയുന്നത്. ഞാൻ മതിയാക്കി. അടച്ചു വെച്ചു. ഐസ്ക്രീം ഉണ്ടെങ്കിൽ കപ്പലണ്ടി ഇട്ടിച്ചേക്കാം. നല്ല ചെറിയ ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ട് അടിപൊളിയാണ്.
ഈ കാപ്പിപ്പൊടിയും ജീരകവും ഉലുവായും എല്ലാം കൂടെ വറുത്തിട്ടേ പൊടിച്ച് കാപ്പിപ്പൊടിക്കകത്ത് മിക്സ് ചെയ്തില്ലേ, എൻ്റെ കെട്ടിയോൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്യും അവിടുത്തെ കാപ്പി. പക്ഷെ എനിക്ക് ഫസ്റ്റൊക്കെ ചെന്നപ്പോൾ ആ കാപ്പി ഇഷ്ടമല്ല, പിന്നെ എനിക്കതൊരു ഇഷ്ടക്കേട് പോലെ തോന്നി. ഇപ്പോഴും ചില വീടുകളിലൊക്കെ അങ്ങനെ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നത്, കാപ്പിപ്പൊടി മേടിച്ചോണ്ട് വരും, അത്ര തന്നെ ജീരകവും ഉലുവായും കൂടെ വറുത്ത് പൊടിച്ചിട്ട് അതിനകത്ത് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് പുള്ളിക്കാരൻ്റെ വീട്ടിൽ അവർ കാപ്പിയരി വറുത്ത് പൊടിക്കുക. അവർക്ക് കാപ്പിയരി ഉണ്ട്, ഇഷ്ടംപോലെ കാപ്പിത്തോട്ടമുണ്ട്. കാപ്പിത്തോട്ടമല്ല, കുറച്ച് കാപ്പി നിൽപ്പുണ്ട് പറമ്പിലൊക്കെ. അപ്പോൾ അവിടെ കാപ്പിമരമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർ കാപ്പിയരി ഉണക്കി പൊടിക്കുമ്പം അവിടുത്തെ അച്ഛൻ്റെ അമ്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടേ. അത് അങ്ങനെ അവർ മില്ലിൽ കൊട്ടി പൊടിക്കുമല്ല, അവർ തന്നെ ഉരളയിലിട്ട് പൊടിക്കുക. അപ്പോൾ അത് ജീരകവും ഉലുവായും എല്ലാം, പിന്നെന്തുവാ ഇത് തുളസിയില, 5-6 തുളസിയിലയും എല്ലാം കൂടെ ഇട്ടിട്ടാണ് അവരത് പൊടിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അവിടെ വരുന്നത് എന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു വിടും കേട്ടോ. പൊടിക്കുന്ന ദിവസം ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. നമുക്ക് അടുത്ത പരിപാടി എടുക്കാം.